Hi everyone, welcome to NISHANA'S recipe notes. ഇന്ന് ഞാനൊരു ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ടർമെലൺ ഐസ്ക്രീം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വാട്ടർമെലൺ, അതുപോലെ പഞ്ചസാര പൊടിച്ചത്, കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്രഷ് ക്രീം. ആദ്യം നമുക്ക് ഈ വാട്ടർമെലൺ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അഡീഷണൽ ആയിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ സീഡ്സൊക്കെ അരിഞ്ഞു പോവും. ഇതിനി നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളത് ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഏതെങ്കിലും ഒരു വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അരിച്ച് കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ജ്യൂസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ജ്യൂസ് തണുക്കാനായിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം അതൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അതൊരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിനൊരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ്, വാട്ടർമെലൻ്റെ ജ്യൂസ്, അത് കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്യുക. അതുപോലെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. ഒരു 2 hours നമുക്ക് ഇത് ഫ്രീസറിൽ വെക്കാം. 2 hours ശേഷം നമ്മൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രീമി ആയിട്ടുള്ള ഒരു മിക്സ്ചർ കിട്ടും. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും ഫ്രീസറിൽ വയ്ക്കണം ഒരു 2 to 3 hours. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.